ഹേ ഗസലക് സ്വാഗതം പുതിയതിലേക്ക് നമ്മളിന്ന് പിന്നെയും കാർ സെയിലർ സിമുലേറ്റർ ഡീലർഷിപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് നമ്മളിപ്പോൾ 53,000 ഉണ്ട്. ഇന്ന് നമ്മൾ 1 lakh ആക്കാൻ നോക്കുന്ന. സോ അത് ദിവസം എടുക്കേണ്ട വീഡിയോയിലേക്ക് എടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ 53 ഉണ്ട്. സോ ഞാനിങ്ങനെ എത്തി കഴിഞ്ഞാൽ ലാസ്റ്റ് വീഡിയോയിൽ ഔട്ടർ വന്നിട്ട് പിന്നെ കയറിയിട്ടില്ലേ. നോക്കുന്ന സേവ് ആവാത്തതിൻ്റെ പ്രശ്നമാണ്. കുഴപ്പമില്ല. എന്തായാലും നമ്മൾ അതിന് ശേഷം വലിയ പണിയൊന്നും ആയിട്ടില്ല. വണ്ടി കൊണ്ടാണ് നിർത്തിയിട്ടിട്ടുള്ളൂ. പിന്നെ ഇന്ന് നമ്മൾ തുറച്ചടിക്കുമായിരുന്നു. നമ്മളിന്ന് 1 lakh rupees ആക്കാൻ പോകുന്ന. ഇപ്പം നമ്മളെ എത്രയാ 53,000. ഓക്കെ, നമ്മളെ ആളുണ്ട് ഇവിടെ, നമ്മളെ എംപ്ലോയി. അത്ര നമ്മൾ കഴിഞ്ഞ വീട്ടിൽ അത്ര പ്രോഗ്രസ് ഒന്നും ചെയ്തില്ല, അത്രയായിട്ടുള്ളൂ. സോ ഇന്ന് കാർ മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആണ് എന്തായാലും. സോ അവിടെ പോയി നോക്കാം, എന്തെങ്കിലും നല്ല വണ്ടി ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാം. ഓക്കെ, ഇറങ്ങാം. ഓക്കെ, ഇവിടെ ടൊയോട്ട സൂപ്പർ ഉണ്ട്, ലംബോർഗിനി ഉണ്ട്, ചാർജർ പിന്നെ നമ്മളിലുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ വേറെ ഒരു ടെസ്ല ഉണ്ട്. സോ എന്തായാലും ലംബോർഗിനി വാങ്ങാനുള്ള പൈസ ഇല്ല. സുപ്രാൻ്റെ നോക്കട്ടെ, 50,000 കിട്ടാൻ ചാൻസ് ഇല്ല. ഒന്ന് ബാർഗൻ ചെയ്താലോ. 50,000 വാങ്ങിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല തോന്നുന്നു. നോക്കാം, ഒന്ന് ഓഫർ ചെയ്ത് നോക്കാം. ഇതാ തരൂല, വേണ്ട. എനിക്ക് അത്ര ആവശ്യമില്ല വണ്ടിൻ്റെ. നമ്മൾ ഇന്ന് 50,000 rupees ഒക്കെ വേറെ വണ്ടി വാങ്ങാം. ഓക്കെ, ടെസ്ലക്ക് പൈസ കുറവാ, വാങ്ങണ, വിറ്റ് പോവാ. 2018 മോഡല, കുഴപ്പമില്ല, കുറച്ച് ഡാമേജ് അത്രേ ഉള്ളൂ. ഒന്ന് ബാർഗൻ ചെയ്ത് നോക്കാം. 33 അല്ല പറഞ്ഞേ, നമുക്കൊരു 28 ആക്കിയോ. ഓക്കെ, നമ്മൾ ടെസ്ല വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല, പിക്കാം. നമുക്ക് എത്ര ബാഗ് വണ്ടീന്. അയ്യോ, ഇതിനെ റിപ്പയർ ചെയ്യാം. ഈ വണ്ടിയെല്ലാം വിറ്റിട്ട് നല്ല പൈസ ഉണ്ടാക്കണം. നമ്മളിന്ന് 1 lakh rupees. എൻ്റെ വണ്ടി ഡാമേജ് ആയിരുന്നു ഇപ്പൊ കാണിച്ച്. വണ്ടി ഫുൾ ഡാമേജ് ഒന്നും അല്ലാലോ, അടിപൊളിയാണല്ലോ. അറിയില്ല, ചെക്ക് ചെയ്യിക്കണം. ഡാമേജ് ആവാൻ ചാൻസ് ഇല്ല. ഇനി ഇവനാറ്റം പോയിട്ട് ഈ വണ്ടിയിൽ എന്തെങ്കിലും ചെയ്താൽ നമ്മളെ എംപ്ലോയി ഇപ്പൊ ഡാമേജ് ആയി. ഓടി ഫ്രണ്ട് അടിച്ച് സൈഡും അടിച്ച് ഇതിനെ ഒന്ന് റിപ്പയർ ചെയ്ത് പറയാം. ഇതല്ലേ ഡാമേജ് ആയേ. ഇതിങ്ങനെ ഇടിയെത്തി, ഇതങ്ങനെ മറന്നുപോയി റിപ്പയർ ചെയ്യാനായിട്ട്. ഇപ്പൊ അങ്ങ് പോയായിരിക്കും. ഓക്കെ, ഞാൻ 2 വണ്ടി റിപ്പയർ ചെയ്യാനുണ്ട്. എനിക്ക് വേഗം ടെസ്ലനെ വിൽക്കണം. കാരണം ഇന്ന് ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇതുവരെ ഓപ്ഷനിൽ പോയിട്ടില്ല. ഓപ്ഷനിൽ പോയിട്ട് നോക്കണം എനിക്ക് എങ്ങനെയാന്ന് ഓപ്ഷനോ, പിന്നെ നല്ല വണ്ടി കിട്ടുമോ, നല്ല പ്രോഫിറ്റ് കിട്ടുമോ. സോ ഞാൻ ഈ PC പ്ലേയേഴ്സ് ഉള്ള ഒരു സാധനം കണ്ടില്ല. അത് ഇതിലുണ്ടോയെന്ന് എനിക്കറിയില്ല. നമുക്ക് ഓപ്ഷൻ്റെ ഒരു ട്രിക്ക് ഉണ്ട്, നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. കാണിച്ചിട്ട് അത് ഇതിൽ വർക്കാവുമെന്ന് എനിക്കറിയില്ല. PC പ്ലേയേഴ്സ് എല്ലാം ചെയ്യുന്ന കാണാനുണ്ട്. ഓക്കെ, ഇത് വർക്കാവും തോന്നി. അതിൻ്റെ അപ്പുറം നമുക്ക് അടക്കാം. ഇതിലോട്ട് വേണ്ടി തോന്നുന്ന രീതിയിൽ വർക്കാവും. അതിൽ വർക്കാവുന്നുണ്ട്. നമ്മള് ഈ വണ്ടീനെ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ തട്ടിച്ചിട്ട് എന്നിട്ട് ഇതിൽ വർക്കാവാൻ തോന്നില്ല. ഇല്ല, വർക്കാവില്ല. സോ നമുക്ക് പോവാ. കാര്യം ഇതിൽ വർക്കാതെ ഇതാണ്. നമ്മളെ ഇതിൽ അത് PC മാത്രമേ വർക്കാവുന്ന എനിക്ക് തോന്നി. ഇതിലെന്തായാലും വർക്കാവില്ല.
നമുക്ക് ഒരു ടെസ്റ്റ് ലൈൻ എടുത്തിട്ട് വരാം. എന്നിട്ടൊന്ന് ഓപ്ഷനിൽ കയറണം. ഇപ്പൊ 9 മണിയാ, 2 മണിക്കാണ് ഇത് ഓപ്ഷൻ നടക്കാൻ പോകും. ഇപ്പോ നമുക്ക് നേരെ ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് ഇവിടെ എൻ്റെ വണ്ടീനെ ഇവിടെ വെക്കാം. സോ ഇറങ്ങാന്നിട്ട് ഇതിനെ അകത്തേക്ക് കയറ്റി. നിങ്ങൾക്ക് കേൾക്കൂല എന്തായാലും, ഞാൻ അതിൻ്റെ ഓഫ് ആക്കിയിട്ടുള്ള ഈ വണ്ടി സ്റ്റാർട്ടാവുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് ഇലക്ട്രിക്കൽ. ഓക്കെ, ഓടുന്ന സൗണ്ടില്ല, പക്ഷെ സ്റ്റാർട്ടാവുന്ന സൗണ്ട്. അവിടെ ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് എനിക്ക് അത്ര ഇതിൻ്റെ പൈസ എറിഞ്ഞേ ഒന്നും വൃത്തിയാക്കാണ്ട് വെച്ചിനേ. ഇവനേതാ ഓപ്പൺ ചെയ്ത പണിയെടുക്കുക. ഇവനതൊന്നും വൃത്തിയാക്കിയിട്ടില്ല ഓഫീസ്. ഇവന്റെ പണി അതാണ്. ഓക്കെ, എന്തായാലും ടെസ്ല കുറച്ച് പൈസ കൂടിയ വണ്ടിയാണ്, ഇലക്ട്രിക് ആണ്. സോ ഒരു 60 ഉണ്ട്, 70 കേട്ടോ, 30,000. ഞാനെന്താ ഗ്ലിച്ചായി ആണെന്ന് എനിക്കറിയില്ല. എന്താ മറ്റേ പണിയെടുക്കില്ല. നമ്മളെ സ്കിൽ പോയിന്റ്സ് ഇട്ടാ. ഓക്കെ, 2 സ്കിൽ പോയിന്റ്സ് ഇട്ടു. ഓക്കെ, ഇതെല്ലാം മൈൻഡ് ചെയ്യണി. ഇങ്ങോട്ടേക്ക് എംപ്ലോയിൻ്റെ. ഓക്കെ, ഇപ്പം ഇത് വന്ന് നമുക്ക് ഈ സ്കിൽ പോയിന്റ് ആണല്ലോ കാണും. എന്നാലും ഇവൻ ഈ വണ്ടിയെല്ലാം വൃത്തിയാക്കും. ഓക്കെ, നല്ല കാര്യം. ഓക്കെ, ഇവന് ഡ്രസ്സ് മാറി. ഇവനൊരു ബനിയനിട്ടില്ല, ഇപ്പൊ ഒരു നല്ല ഡ്രസ്സെല്ലാം ഇട്ടു. ഓക്കെ, ഇനി വേറെന്നാ ഇത് കഴിഞ്ഞ ഇവന്റ് ഇതെന്നോ. ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് വാക്ക് ചെയ്യും. നല്ല കാര്യമാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. ഇപ്പൊ നമ്മളില്ല സ്കിൽ പോയിന്റ്സ്. ഓക്കെ, 63 തരുന്നുണ്ട്. 68 പറയാം. ഓക്കെ, അവൻ വാങ്ങിച്ചു. നമുക്ക് അത്ര ഇത് നമുക്ക് ഇവനെ എടുക്കാം. പിന്നെ കുറെ ആയിട്ട് ഞാൻ ഓടിച്ചിട്ടില്ല. ഇവിടെ ചാർജർ കുറെ കാലം ഞാൻ ഓടിച്ചിട്ട്. എന്തായാലും ഇപ്പൊ ഓൾമോസ്റ്റ് 1 lakh ആയി. നമുക്ക് ഓക്സിജൻ ഒരു വണ്ടി വാങ്ങിക്കാൻ നോക്കാം. ഹർമോൺ ഇവൻ്റെ അടുത്ത് ടിക്കറ്റ് വാങ്ങണം. അതറിയാം. എന്നാല് ഇവിടെ കയറിയിരിക്കാൻ പറ്റും. ഓക്സിജൻ ഇപ്പൊ സ്റ്റാർട്ടാവും. ആയി. ശരി, ആയി. ഓഡിയാറേറ്റ് വാങ്ങാൻ പറ്റില്ല. 3 ലക്ഷം. ഓക്കെ, ഓഡിയാറേറ്റ് ഒന്നും വാങ്ങാൻ പറ്റില്ല. വളരെ വാങ്ങിച്ചോട്ടെ. 4 ലക്ഷത്തി. പെറ്റുകൂടെ എത്ര ടൈം എടുക്കുന്നതിന്? 5 ലക്ഷത്തിന് തോന്നും. അതിൽ 1 ലക്ഷം പോലും ഇല്ല. അത് കൊടുത്തിട്ട് ഈ കാർ ഓപ്ഷൻ വന്നിരുന്നതിന് ഇത്രയെല്ലാം പൈസ പോവാ അറിയില്ലായിരുന്നു. 5 ലക്ഷത്തി 10 ആദ്യം. നല്ല ഡിമാൻഡിലുള്ള വണ്ടിയാ ആണ്. അടിപൊളി സ്പോർട്സ് കാറാണ്, ഒരു സൂപ്പർ കാറാണ്. നല്ലോണം പോകുന്നുണ്ട്. ചെറുങ്ങനെ ഡാമേജ് തന്നിട്ട് നല്ലോണം പൈസ ഉണ്ട്. പിന്നെ പെയിന്റ് ചെയ്ത കുറച്ച് പേർ ഏറ്റവും 5 ലക്ഷത്തിന് മുമ്പ് നല്ല ഭയങ്കര അടിപൊളി വണ്ടി. ബീച്ചിലാണ് ഞാൻ ഭാഗം. ഇതിനേക്കാളും നല്ല ഞാൻ വേറെ ചാർജറൊക്കെ വെച്ചോളൂ. നല്ല വണ്ടിയാ, വിൻറ്റേജ് കാർ പോലെ തന്നെ ഉണ്ട്. പക്ഷെ എങ്കില് വേണ്ട, എനിക്ക് തോന്നില്ല അത്ര പൈസ കിട്ടും ഇതിനെ കൊണ്ട്. ആകെ കുറച്ചായി കഴിഞ്ഞ് ഓടിക്യൂസവന ഇതെല്ലാണ് ഞാൻ പിന്നെ വരിക. നമുക്ക് എൻ്റെ ഒരു ബഡ്ജറ്റിൽ നല്ല വണ്ടി. ഓടിക്യൂസം ബഡ്ജറ്റിലുണ്ട്, പക്ഷെ ഭയങ്കര താണ വണ്ടി. അത്ര ഫസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതിനെ കൊണ്ട് ആവശ്യമില്ലാണ്. ഞങ്ങൾക്ക് ഈ ഗെയിമിൽ വേറെ വണ്ടിയെ തള്ള എനിക്ക് വാങ്ങാൻ പറ്റിയ
അറിയില്ല, ഒന്നും കൂടെ ടെസ്ല കിട്ടിയാൽ മതി, ഞാൻ വിറ്റോളൂ. അല്ലെങ്കിൽ ഒരു ചാർജർ വിറ്റാലും പൈസ കിട്ടും. ഓക്കെ, സ്കോഡയാണെങ്കിൽ സ്കോഡ വാങ്ങിച്ചിട്ട് ഞാൻ വെക്കുന്നു. നേരെ 1000 ഒന്നും കൂടെ 1000 ഇട്ടിട്ടേക്കാം. വേണ്ട, ഈ ഇടൂല, വെറുതെ ലാഭം പടിഞ്ഞൊക്കെണ്ട്. ഓക്കെ, എനിക്ക് വണ്ടി കിട്ടി. ഓക്കെ, അടിപൊളി. ഇതിന് നേരെ ഇത് ഡാമേജ് ഒന്നും അല്ലല്ലോ, ഡയലോഗ്സിൽ അടിപൊളിയാണ്. പിന്നെ നോക്കാം, 0 ഡാമേജ് ആയിട്ടുള്ള ഒരു വട്ടിയാണ്. ഇതിനെല്ലാം ഇത്ര പൈസ കിട്ടിയ അടിപൊളിയാ. സാറ് 38 അങ്ങനെയെല്ലാം വരുന്നത്. ഞാൻ വാങ്ങാം. നേരെ ഓഫീസിലേക്ക് ടെലിപ്പോർട്ട് ചാർജറിന് എടുക്കാം. ചാർജർ ഓക്കെ, നേരെ അങ്ങോട്ടേക്കോട്ടെ. ഇവിടെ ബ്രേക്ക് ഇട്ട് നിർത്തു. സ്കോഡിന് ഇങ്ങോട്ടേക്ക് കേട്ടോട്ടെ. ഈ ബാക്ക് എന്തോ ഒരുപാട് ഇതിന്റെ കാണേ. ഛർദിക്കാൻ പറ്റും. ഫ്രണ്ട് ഓക്കെ, പക്ഷെ ബാക്ക് എന്തെന്നാ. ഓക്കെ, ഇത് അടിപൊളിയാണ്. കുറച്ച് സ്പീഡെല്ലാം ഉണ്ട്. ചാർജറിനേക്കാൾ സ്പീഡ് തോന്നുന്നു. ഇതിനോട് നിർത്തിട്ടെ. ഇയാൾ വന്നിട്ട് ഇപ്പൊ കഴുകും വണ്ടിയെ കണ്ടു. 120 വരക്കാൻ തുടങ്ങിയവ. നമുക്ക് ഇതിനെ കൊണ്ട് പോയിന്റ്സ് കിട്ടൂല തോന്നുന്നു. വൃത്തിയാക്കിയാല് തോന്നുന്നു. ഞാൻ പോയിട്ട് ഇത് വിൽക്കാനുണ്ട്. നമ്മളൊരു 50-60 വിൽക്കാം. 6,000 അല്ല, 60,000. ഓക്കെ, സെറ്റ്. ഓക്കെ, പറ. എത്ര വയസ്സ്? 43. ഓളോ, ഒരേയാളില്ല. ചേട്ടാ എത്രയായിരുന്നു? 42 പൗണ്ട്. ഓവറാ കൂടുതൽ തരുന്നു. ഓവറ നോക്കാൻ നിൽക്ക്. ആരെ കസ്റ്റമർ ഒന്നും മനസ്സിലാലോ. 50 വെച്ചോ. 50 ആകട്ടെ. ഓക്കെ, വണ്ടി 50 വെച്ചു. അടിപൊളി. നമ്മളതിൽ $1,00,000 ആയി കയറ്റി. ഇനി അടുത്ത വീഡിയോയില് ഞാൻ കുറച്ചും കൂടെ പൈസ ഉണ്ടാക്കും. മറ്റേ നമുക്ക് അടിപൊളി വണ്ടിയായിട്ട് ഭാഗം നോക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയാണോ. സോ നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.